ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. നമ്മൾ ബസ് യാത്രയാകുമ്പോൾ അങ്ങോട്ടും തട്ടും, ഒരേയും നമ്മുടെ ശരീരത്തിൽ തട്ടും. അതൊക്കെ നമ്മൾ തന്നെ ഒരു ആധുനിക സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കണം എന്ന് പ്രസംഗിക്കുന്ന ഒരു സമൂഹത്തിൽ അത് വേണ്ടിയിരുന്നില്ല. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി ചെയ്തത് അങ്ങനെ ഒരു ബാഡ് ഇന്റൻഷനോടെ അദ്ദേഹം അവരെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിത്രീകരിച്ചതിൽ തെറ്റില്ല. ചിത്രീകരിച്ച് പോലീസിനാണ് കൊടുക്കുന്നത്. പോലീസിനോടുത്ത് അവരെ നടപടിയെടുക്കും. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. അല്ലാതെ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണത്തക്ക രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ആ അപമാനം സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്കൊരു വീക്കെൻഡ്സ് ഉണ്ടെന്ന് എനിക്കറിയാലോ. ഡിൻഡോൾഫിക്ക സുഡാൽഫിക്കി. ആ വീക്കെൻഡ്സ് ജീവിതത്തിൽ നിന്ന് വരെ എനിക്ക് കിട്ടിയില്ല. അതുപോലെ എനിക്കൊന്ന് അനുഭവിക്കണം. ഇത്തരം ആന്റി സോഷ്യൽസിനെ വെച്ച് നമ്മൾ വണ്ടി ഓടിക്കണ്ട. പൊതുഗതാഗതം സാധാരണക്കാരനുള്ളതാണ്. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കയറി യാത്രയാണ്. ഗുണ്ടകൾക്ക് നയിക്കാനുള്ളതല്ല പൊതുഗതാഗതം. പോയി കിടപ്പാടവും പോയി, ആപ്പാടുണ്ടായിരുന്ന മാനവും പോയി. Please subscribe my channel.